നമ്മുടെ സംസ്കാരത്തെ തച്ചുതകർക്കാൻ ശ്രമിച്ച എല്ലാ ശക്തിയെയും എതിർത്ത് തോൽപ്പിച്ച് ഇപ്പോഴും പൂർണ്ണ ശോഭയോടെ പ്രസരിച്ചു നിൽക്കുന്ന സംസ്കാരത്തിന്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്നതിൽ ഓരോ ഹിന്ദുവും അഭിമാനിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.പി. ഹരിദാസ് പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇത്തരം ഉയർത്തെഴുന്നേൽപ്പിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ തിരുനാവായയിൽ കണ്ടതെന്നും ഇത്തരം സാംസ്കാരിക പാരമ്പര്യം അവകാശപ്പെടുന്ന ഹിന്ദു സമൂഹത്തെ അവഗണിക്കാനാണ് ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രയാഗ് രാജിൽ കുംഭമേളയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തുകൊടുത്ത് UP സർക്കാർ കോടികൾ സമ്പാദിച്ചപ്പോൾ ഇവിടെ കൊടിവെച്ച കാറിൽ മറ്റ് മതസ്ഥരുടെ പരിപാടികളിൽ സംബന്ധിക്കാൻ ഭരണ പ്രതിപക്ഷ നേതാക്കൾ മത്സരിക്കുകയാണെന്നും തിരുനാവായയിൽ കേവലം ഒരു നമസ്കാരം പറയാൻ പോലും ഇടത് വലത് നേതാക്കൾ എത്തിയില്ല, വാർഡ് മെമ്പർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും എന്നിട്ടും ഇത്തരക്കാരെ വീണ്ടും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണോ എന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദു സമൂഹത്തെ ഒരുമിച്ച് നിർത്താൻ കുടുംബസങ്കല്പവും പ്രകൃതി സംരക്ഷണവും മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ചു മുന്നേറാൻ സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്കാരത്തെ തകർക്കുക എന്നുള്ളതായിരുന്നു. എന്തിനാണ് 5 നൂറ്റാണ്ടുകൾക്കും അപ്പുറം ശ്രീരാമ ജന്മഭൂമിയിലെ മഹാക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയത്? അതിന്റെ പുറകിലും ഈ സംസ്കാരത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. പക്ഷേ 5 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഇന്നിന്റെ കാലത്ത്, നമ്മുടെ കൺമുൻപിൽ നമ്മുടെ പൂർവീകന്മാർ 75-ൽ പല യുദ്ധങ്ങൾ നടത്തി നിരവധി ആളുകൾ ജീവൻ കൊടുത്ത് വീരബലിദാനികളായി ആ മഹാക്ഷേത്രം പടുത്തുയർത്തി. ആ മഹാക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ ഇവിടെ ഉയർത്തിയിരിക്കുന്നത് പോലെയുള്ള ധർമ്മപതാക, ധർമ്മധ്വജം അവിടെ പാറിക്കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അഭിമാനമാണ്. കാരണം പോയതിനെ നാം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഞാൻ കഴുതയല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ആക്സിഡന്റ് ആയി പോയ ഒരു സംഭവമല്ല എന്ന് നാം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. എന്തിന് നളന്ദയെ തകർത്തു? എന്തിന് തക്ഷശിലയെ തകർത്തു? എന്തിന് കാശി ഇല്ലാതാക്കാൻ ശ്രമിച്ചു? എന്തിന് മധുര ഇല്ലാതാക്കാൻ ശ്രമിച്ചു? മാതാ അമൃതാനന്ദമയി മഠം മധൂർ ബ്രഹ്മചാരി ദേവ വേദാമൃത ചൈതന്യ, ശിവഗിരി മഠം സ്വാമി പ്രേമാനന്ദ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ ബിനോരാജ് അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ ടി ചന്ദ്രൻ കക്കട്ടിൽ സ്വാഗതവും കെ ബിജു തുമ്പയിൽ നന്ദിയും പറഞ്ഞു. മടിക്കൈ പഞ്ചായത്ത് പരിധിയിൽ നിന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ വി അശ്വതി, എം ചിയേതി അമ്മ, പൂജ, സജു ശങ്കർ, നന്ദിത നാരായണൻ, ദേവാനന്ദ്, എസ് സുദേവ്, ജനനി കാഞ്ഞങ്ങാട്, സുനിൽ സുരേന്ദ്രൻ, പി സുധ, ബാബു കോട്ടപ്പാറ എന്നിവരെയും മടിക്കൈ നാദക്കോട്ട് ഭഗവതി ക്ഷേത്രം കഴകം സ്ഥാനികരായ പുലിക്കോടൻ രാഘവൻ അന്തിതിരിയൻ, പെരിയടത്ത് നാരായണൻ, അടുക്കത്തിൽ സുകുമാരൻ, നിറ്റടുക്കം ശശി, ബാത്തൂർ കഴകം വിഷ്ണുമൂർത്തി വെളിച്ചപ്പാടൻ, AV ദാമോദരൻ അടുക്കത്തിൽ, ഇക്കാൻകോട്ട് പന്നിപ്പള്ളി പാർത്ഥസാരഥി ക്ഷേത്രം പ്രസിഡന്റ് രാമചന്ദ്രൻ നായർ, സെക്രട്ടറി ബാബു മേലാളത്ത്, വിവിധ ക്ഷേത്രം ഭാരവാഹികളായ PR ശശിധരൻ മാസ്റ്റർ, M രാജൻ, T രമേശൻ, MV ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ സുജേഷ് പണിക്കർ എന്നിവരെയും ആദരിച്ചു. പുരന്ദരദാസ ഭജന, രംഗപൂജ, തിരുവാതിര, ദേശഭക്തിഗാനം, വനിതാ പൂരക്കളി, പുരുഷ വനിതാ കൈകൊട്ടിക്കളിയും ഏകതാ സമ്മേളനത്തിന് കൊഴുപ്പേകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.